ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിത് 1 കിലോ ചെറുനാരങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വേവാൻ ആവശ്യമായ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അധികമാകാൻ പാടില്ല, കൂടുതലായി കഴിഞ്ഞാൽ കുളമായിപ്പോവും. അപ്പോൾ ഞാനിത് കുറച്ചൊന്ന് ഒരു അരക്കപ്പ് അളവിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ വേവിച്ചെടുക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എടുത്ത് വെക്കാം. അതിന് ഇനി വേണ്ടത് ഒരു 100 ഗ്രാം മല്ലിയില, 3 ഉണ്ട വെളുത്തുള്ളി, പച്ചമുളക് 10 എണ്ണം, പിന്നെ ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ആ ക്ലീൻ ചെയ്യുന്ന ടൈം കൊണ്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം വീണ്ടും നമുക്കതൊന്ന് വിനാഗിരിയിലിട്ടിട്ടൊന്ന് കഴുകണം. എന്തെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഞാനിത് വിനാഗിരിയിലും കൂടി ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഇത് നമുക്കത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഞാനിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പിന്നെ ആവശ്യത്തിന് വിനാഗിരി ചേർക്കുക. കൂടുതൽ വിനാഗിരി വേണ്ട, അറിയാൻ ആവശ്യത്തിന് വേണ്ടി മാത്രമേ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. കൂടുതലായി കഴിഞ്ഞാൽ കുളമായിപ്പോവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഈ ചെറുനാരങ്ങയിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ശേഷം അതിലേക്ക് 1/2 കപ്പ് ഉപ്പും കൂടി ഇട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കിലോ ചെറുനാരങ്ങക്ക് 1 കപ്പ് പഞ്ചസാര, അര കപ്പ് ഉപ്പാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. പഞ്ചസാര ഉപ്പെല്ലാം ഒന്ന് നല്ലോണം അലിഞ്ഞ് വരണം. അപ്പോൾ ഇതായി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ കുറച്ച് ലൂസായിരിക്കും. ഇത് ഒരാഴ്ച കൊണ്ട് നല്ല ടൈറ്റായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഒരാഴ്ച കൊണ്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ആക്കിയപാട് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരാഴ്ച വരെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ കൂട്ടി നോക്കൂ. അടിപൊളി പൊളി അച്ചാറാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ ബൈ.